ഗംഭീർ ചെയ്യുന്നത് എന്തുകൊണ്ടും കോഹ്ലിക്ക് നല്ലതേ വരുത്തത്തുള്ളൂ. എന്തുകൊണ്ടത് പറയുന്നതെന്ന് ഞാനിത് പറയാം. അതായത് ഗംഭീർ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്, കോഹ്ലിയോടാണെങ്കിലും രോഹിത്തിനോടാണെങ്കിലും എന്താ ചെയ്യുന്നത്, അതായത് ഹീസ് ആക്ച്വലി പ്രസ്സിങ് ദം. അത് അവരുടെ നല്ലതിന് വേണ്ടിയാണെന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറയുന്നത്. അതായത് ഗംഭീറിന് എന്താ വേണ്ടത്, ഇവർ രണ്ടുപേരും ഇതേപോലെ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റുക, പുതിയ യങ് ബ്ലഡിനെ കയറ്റുക എന്നുള്ളതാണ് ഗംഭീറിൻ്റെ ആവശ്യം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ആവശ്യം എന്താ, 2027 വേൾഡ് കപ്പ് ഇന്ത്യക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ട് ടീമിലുണ്ടാവുക, ഇതേപോലെ അവരുടെ ഒരു മേജർ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുക. അതാണ് അവരുടെ രണ്ടുപേരുടെ ആവശ്യം. അതിനായിട്ട് ഗംഭീർ മുമ്പോട്ട് വയ്ക്കുന്നത് പെർഫോം ചെയ്യുകയാണെങ്കിൽ മാത്രം ടീമിൽ നിലനിർത്തുക എന്നൊരു ഇത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കോഹ്ലിക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ കോഹ്ലി ഒരു വാറിയറിനെ അത് ആക്ച്വലി എൻഹാൻസ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബിക്കോസ് കുറച്ച് നാൾ മുമ്പത്തെ കോഹ്ലിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2014 2018 BGTയിൽ ബോർഡർ ഗവാസ്കറിൽ പോയി കളിച്ചുകൊണ്ടിരുന്നത്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലേയേഴ്സും അതേപോലെ ക്രൗഡും എല്ലാം കോഹ്ലിനെ സ്ലെഡ്ജ് ചെയ്യുകയും അവരാൽ മോക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിലുള്ള കോഹ്ലിനെ, അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ കോഹ്ലി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് കോഹ്ലി അത് റെസ്പോണ്ട് ചെയ്യുന്ന ബാറ്റിലൂടെയായിരുന്നു. ഏറ്റവും ബെസ്റ്റായുള്ള പെർഫോമൻസ് പുറത്തിറക്കിക്കൊണ്ടായിരുന്നു കോഹ്ലി അതിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ റീസെൻ്റ്ലി കഴിഞ്ഞ BGTയിലോ എന്താ സംഭവിച്ചത്? അതായത് കോഹ്ലി അതേപോലെ ആ ഒരു ഓസ്ട്രേലിയൻ പ്ലേയേഴ്സും തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായി. അതായത് IPLും കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, അവർ കോഹ്ലിനെ സ്ലെഡ്ജ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് തന്നെ ടോട്ടലിലേക്ക് മാറി. കാരണം അവർക്ക് മനസ്സിലായി സ്ലെഡ്ജിങ് അല്ല കോഹ്ലിയുടെ അടുത്ത് വർക്കാവുന്നത്, സ്ലെഡ്ജ് ചെയ്ത കോഹ്ലി കുറച്ചും കൂടെ നന്നായിട്ടേ പെർഫോം ചെയ്യത്തുള്ളൂ എന്ന് തിരിച്ചറിവിലേക്ക് വന്നു അല്ലേ. അങ്ങനെ എന്തായി, കോഹ്ലി ആ ഒരു BGTയിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതിനകത്ത് ബാറ്റിങ്ങിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചൊരു കോൺസെപ്റ്റ് നിങ്ങളിൽ എന്തായാലും എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം അങ്ങനത്തെ ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഗംഭീർ ഇതേപോലെ കോഹ്ലിയോട് ഈ പറയുന്നതും അല്ലെങ്കിൽ ഈ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുമെന്നൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്, ഡൊമസ്റ്റിക്കിൽ കളിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതായത് കോഹ്ലിയിലെ ആ ഒരു ചേസ് മാസ്റ്റർ, അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷനിലെ ഓവർകം ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അഗ്രഷൻ എല്ലാം വീണ്ടും പുറത്തു കൊണ്ടുവരികയാണ്. അതായത് കോഹ്ലിയുടെ ഏറ്റവും ബെസ്റ്റിലേക്ക് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇപ്പോൾ 53ാമത്തെ സെഞ്ചുറി വരെ എത്തി. അപ്പോൾ ഇനി എത്രമാത്രം ഉണ്ടാവും? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീർ ചെയ്യുന്നത് കോഹ്ലിക്ക് ഗുണമായിട്ട് തന്നെയല്ലേ വരുന്നത്.